രാത്രി ജോലി കഴിഞ്ഞ് വളരെ വൈകിയതുകൊണ്ട് വേഗം നടക്കുകയാണ് അജയൻ. വീട്ടിൽ അനിയത്തിയും ഭാര്യയും മാത്രമേ ഉള്ളൂ. ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലേക്ക് നോക്കി അജയൻ കാണുന്നത് കുറേ അധികം പോലീസ് ഓഫീസേഴ്സ് റോഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ നിൽക്കുന്നതാണ്. അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ തടഞ്ഞു. അവൻ്റെ വീട് ഇതുവഴി പോയിട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് അവർ അകത്തേക്ക് വിട്ടില്ല. എന്താണ് പ്രശ്നമെന്നും ചോദിച്ചിട്ടും ആരും പറയുന്നില്ല. അവൻ്റെ ഭാര്യയും അനിയത്തിയും വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വോക്കി ടോക്കിലൂടെ ആരാ വന്നത് എന്ന് അവൻ ചോദിക്കുന്നത് കേട്ടു. അജയൻ എന്ന് പേരുള്ള ഒരാളാണ് എന്ന് സംസാരിച്ച ആൾ മറുപടി പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുനിന്ന് പെട്ടെന്ന് അയാളെ കടത്തിവിടാൻ പറയുന്നത് കേട്ടു. അവർ ബാരിക്കേഡ് തുറന്നു കൊടുത്തു. അജയൻ്റെ കൂടെ 2 പോലീസ് ഓഫീസേഴ്സും അവനെ അകത്തേക്ക് കൊണ്ടുപോയി. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവാതെ അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞതും കുറച്ച് അകലെ നിന്നും കുറേ ആൾക്കാരുടെ ശബ്ദവും ദിക്കും തിരക്കും ഒക്കെ അജയൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അജയൻ അവിടേക്ക് എത്തിയപ്പോൾ അവൻ്റെ ഭാര്യയും അനിയത്തിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ മാത്രമല്ല, ആ ഭാഗത്ത് താമസിക്കുന്ന എല്ലാവരും അവിടെയുണ്ട്. കൂടെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പോലീസുകാരും ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥരും. അവരെയൊക്കെ പോലീസ് ബസ്സിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയാണ് അവരെല്ലാവരും. പരിഭ്രാന്തരായി നിൽക്കുകയാണ് ജനങ്ങൾ മൊത്തം. നാട്ടുകാരെ സമാധാനിക്കാൻ പോലീസുകാർ കഷ്ടപ്പെട്ടു. അവനെ അവിടേക്ക് കൊണ്ടുവന്ന 2 ഓഫീസേഴ്സും അജയനെ അജയൻ്റെ വൈഫിൻ്റെയും അനിയത്തിയുടെയും കൂടെ കൊണ്ട് നിർത്തിയിട്ട് പോയി. അജയൻ കാര്യം എന്താണെന്ന് തിരക്കി. അവൻ്റെ ഭാര്യ ഭയന്ന് പറഞ്ഞ കാര്യം കേട്ട് അജയൻ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. ഇന്ത്യ മൊത്തം ഭയത്തിലാഴ്ത്തി 27 പേരെ കൊന്നുകളഞ്ഞ സീരിയൽ കില്ലർ. പോലീസ് രാജ്യം മൊത്തം അരിച്ചു പറക്കിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു വിവരവുമില്ലാതെ ഇരുന്ന അയാൾ ഇപ്പോൾ കൃത്യം 6 മാസങ്ങൾക്ക് ശേഷം പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അയാൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആരെയോ ടാർഗറ്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. അവിടെയുള്ള എല്ലാവരും ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അജയൻ്റെ അയൽപ്പക്കത്തെ 13 വയസ്സുള്ളൊരു കുട്ടി. പോലീസുകാർ ഉൾപ്പെടെ ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം അവർ കാണിച്ച രേഖാചിത്രത്തിലുള്ള പോലെ ഒരാളെ വെറും 20 മിനിറ്റ് മുമ്പേ അജയൻ്റെ വീടിൻ്റെ സമീപം ആ കുട്ടി കണ്ടു എന്നുള്ളത് കൊണ്ടാണ്. അവൻ്റെ വീട് അവരപ്പം തന്നെ സെർച്ച് ചെയ്തെങ്കിലും അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ വീട് മാത്രമല്ല, ആ ഏരിയ മുഴുവനും പോലീസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. എല്ലാം കഴിഞ്ഞ് അജയനെയും എല്ലാവരെയും പോലീസുകാർ ബസ്സിൽ കയറ്റി. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് അജയൻ്റെ വീടിൻ്റെ ലൈറ്റ് ഓൺ ആവുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ പെട്ടെന്ന് അവിടേക്ക് പാഞ്ഞു. പോലീസുകാർ അവരെ എല്ലാവരും ബസ്സിൽ കയറ്റി കുറച്ച് പേരെ അവിടെ കാവലും നിർത്തി അജയൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു.